എന്നോട് എന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനേ ഇനി ഇതുപോലുള്ള കള്ളക്കഥയായിട്ട് വന്ന മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെടുത്ത് അടിക്കും ഞാൻ. ആന്റി ഇറങ്ങടി വെളിയില്. എടി ഇറങ്ങാൻ വെളിയില്. ഞാൻ പറഞ്ഞ സത്യ, പപ്പി ശ്യാമയുടെ കുട്ടിയല്ല. ശാലിനി പ്രസവിച്ചതാ പപ്പിയെ. ഇനി ആ പേരിവിടെ പറഞ്ഞോ അടിച്ച് നിന്റെ കരണം ഞാൻ പോകിക്കും. എന്നെ തല്ലിയതുകൊണ്ടോ ഈ മുറ്റത്തുനിന്ന് അടിച്ചിറക്കിയതുകൊണ്ടോ സത്യ വീണ്ടും നീ അത് തന്നെ പറയുന്നോടി. ഇറങ്ങി പോടി ഇവിടുന്ന്. ആന്റി ഞാൻ പറയുന്നത് ഇറങ്ങി പോവാൻ. തെളിവില്ലാതെ നേരിട്ട് പോയി പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. തെളിവ് കണ്ടെത്തണം, എന്നിട്ട് പൊളിച്ചടുക്കണം എല്ലാത്തിനെ. സത്യേ, പിന്നെ അച്ഛന്റെ കാര്യത്തില് കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട. ചിലപ്പോ ജോലി തിരക്കുണ്ടെങ്കിലേ അച്ഛൻ വരില്ല. നല്ല തിരക്കുള്ള ആളല്ലേ. ആര് പറഞ്ഞ അച്ഛൻ വരില്ലെന്ന്? എന്നോട് പറഞ്ഞിരിക്കുന്നതേ ഭഗവാനാ. ഭഗവാനെ പറഞ്ഞ തെറ്റില്ല. പിന്നെ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കണേ. അച്ഛന് ഊണ് കൊടുക്കേണ്ടതാ. അതൊക്കെ കൊടുക്കാം. അത് വരൂന്ന് ഉറപ്പായതിനു ശേഷം സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കിയാ പോരെ? ഉണ്ടാക്കിക്കോ. അച്ഛൻ വരുമെന്ന് പറയുന്ന ഞാനല്ലേ. ഉറപ്പ്. അച്ഛൻ വന്നിട്ട് ഞാനിന്ന് അച്ഛന്റെ മടിയിരുന്നാണ് ചോറ് കഴിക്കുന്നത്. അച്ഛൻ എനിക്ക് ചോറുരുട്ടി വായി വെച്ച് തരും. എന്നിട്ട് സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വെക്കും. ദേ ഇങ്ങനെ ഉമ്മ. ഇതൊക്കെ എന്റെ ഫ്രണ്ട് രേഷ്മയുടെ അച്ഛനും ചെയ്യുന്നതാ. അവൾ ഇതൊക്കെ വന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്ക് ശാരദ അമ്മേ. അതുകൊണ്ട് ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാനും പറയും എന്റെ അച്ഛനും എനിക്ക് ചോറ് വാരി തരുമെന്ന്. എന്റെ ഈശ്വര, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഈ കുഞ്ഞിനോട് എങ്ങനെയാ തന്റെ അച്ഛൻ വരില്ലെന്ന് എനിക്ക് പറയാനാവുക? സത്യാവസ്ഥ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ആവുന്നില്ല. ശാരദാമ്മ ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ആ ശാരദാമ്മേ, പുതിയ പേസ്റ്റും സോപ്പും ഒക്കെ ഞാൻ എടുത്ത് ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വന്നാ അതൊക്കെ അച്ഛൻ്റെതായിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതാ. ആ പിന്നെ കുളിക്കാനായിട്ട് പുതിയൊരു ടവൽ എനിക്ക് തരണേ. മോക്ക് ടവലുണ്ടല്ലോ ഒരെണ്ണം. എനിക്കല്ല, അച്ഛനാ. നമ്മൾ ഉപയോഗിക്കുന്ന ടവലൊന്നും അച്ഛനും കൊടുക്കാൻ പറ്റില്ല. പുതിയൊരു ടവൽ വേണം അച്ഛന് കൊടുക്കാൻ. അച്ഛന്റെ കൂടെ ഞാൻ ഷട്ടിൽ ബാറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് അടിച്ചു പൊളിക്കും. ശാരദാമ്മ കണ്ടു കൊതിച്ചോ? ഉമ്മ.
അച്ഛനൊരു കഥ പറയാം. മക്കളെ തിരിച്ചറിയാനാവാത്ത അയോധ്യയിലെ രാജാവായ ശ്രീരാമന്റെ കഥ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു സീതാദേവി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീതാദേവിയെ ശ്രീരാമന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു ആശ്രമത്തിൽ അഭയം തേടിയ സീതാദേവി അവിടെ വെച്ച് 2 കുട്ടികൾക്ക് ജന്മം നൽകി. അതാണ് ലവനും കുശനും. ഏതാണ്ട് നിന്നെ പോലെയാ. ഒടുവില് അച്ഛനായിട്ടുള്ള രാമനെ തേടി ആ മക്കൾ അയോധ്യയിലെത്തിയപ്പോ ശ്രീരാമചന്ദ്രൻ ആ മക്കളെ തിരിച്ചറിയാനായില്ല. സീതാദേവി മക്കളാണെന്ന് പറഞ്ഞൂല്ല. ഒടുവിൽ ലവനും കുശനും രാമായണ കഥ ശ്രീരാമചന്ദ്രനെ പാടി കേൾപ്പിക്കുമ്പോഴാണ് തൻ്റെ മക്കളാണിതെന്ന് അച്ഛന് മനസ്സിലാവുന്നത്.